ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഫോഴ്സ് ആയിരുന്നെങ്കിൽ യേശു ഒരിക്കലും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വരത്തില്ലായിരുന്നു. ഏതെങ്കിലും നിലയിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഫോഴ്സ് ഉപയോഗിക്കാൻ ദൈവം താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ, യേശു താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ, യേശുവിന് നല്ല റോമൻ ചക്രവർത്തിയുടെ കുടുംബത്തിലോ വല്ലതും ജനിച്ചാൽ മതിയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഇതാണ്. അതിൻ്റെ പഴയതും പുതിയതുമായ വിശുദ്ധ ഗ്രന്ഥം ഹോളി ബൈബിൾ, അതിനകത്ത് തോറ എന്നറിയപ്പെടുന്ന ന്യായപ്രമാണം, പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ പുസ്തകങ്ങൾ, അതിനകത്ത് ആവർത്തന പുസ്തകം, ഡിട്രോണമി, ആവർത്തന പുസ്തകത്തിനകത്ത് മോശ ദൈവം കൊടുത്ത പ്രമാണങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ മുമ്പിൽ അവസാനം 30-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾക്കകത്ത്, 19-20 വാക്യങ്ങൾക്കകത്ത് അവരോട് പറയുന്ന, ദൈവം പറയുകയാണ്, മോശയിലൂടെ പറയുക. അവരോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സംക്ഷിപ്തമായി പറയാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും ഇരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ തിരഞ്ഞെടുക്കണം, ജീവനെ തിരഞ്ഞെടുക്കണം. യു ഹാവ് ഡെത്ത് ആൻഡ് ലൈഫ് ബിഫോർ യു ആൻഡ് ചൂസ് ലൈഫ്. നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കണം. അതിലാണ് പഴയ നിയമത്തിൻ്റെ അടിത്തറ കിടക്കുന്നത്. അവിടെ മനുഷ്യന് വലിയൊരു റോള്. ദൈവം ഫോഴ്സ് അല്ല ഉപയോഗിക്കുന്നത്. ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിൻ്റെ മുമ്പിൽ ജീവനും മരണവുമുണ്ട്. എന്നാൽ ദൈവം അഡ്വൈസ് ചെയ്യുകയാണ്, നീ തിരഞ്ഞെടുത്തു ജീവനെ. ദൈവമല്ല തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് വേണ്ടി ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ ജീവനെ തിരഞ്ഞെടുക്കണം. യേശു വന്നു. യേശു കർത്താവ് വന്നിട്ട് സിനഗോഗുകളിൽ പ്രസംഗിച്ചപ്പോൾ ഒന്നും ഇത് ഞാനങ്ങ് തീരുമാനിക്കുക എന്നല്ല പറഞ്ഞത്. യേശുവിൻ്റെ പ്രാരംഭ സന്ദേശം മർക്കോസ് 1:15 അവിടെ എഴുതിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടണം, മനുഷ്യൻ തീരുമാനിക്കണം. ദൈവം മനുഷ്യനോട് പറയുകയാണ് ജീവനും മരണവും. അതിൽ ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്ന ജീവനെ തിരഞ്ഞെടുത്തു. യേശു പറയുകയാണ്, ജീവനെ തിരഞ്ഞെടുക്കണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പം ജീവനെ തിരഞ്ഞെടുക്കണം. അതിനകത്ത് വേദപുസ്തകം പഠിപ്പിക്കുന്ന അടിസ്ഥാന വേദശാസ്ത്ര ചിന്ത, ലോകത്തിൻ്റെ സാമൂഹ്യ ഉന്നമനത്തിൻ്റെ ചിന്ത, ദൈവം സ്നേഹമാണ്, സ്നേഹമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം സ്നേഹമാണെങ്കിൽ മനുഷ്യന് സ്വതവേ തിരഞ്ഞെടുക്കുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം വേദപുസ്തകം പറയുന്ന ദൈവം തരുന്നുണ്ട്. അവിടെ ഫോഴ്സ് ഇല്ല. ആ സന്ദേശം ഉൾക്കൊള്ളാതെ ഒരാളും ക്രൈസ്തവ മിഷണറി ആകത്തില്ല. അപ്പോൾ ക്രൈസ്തവ മിഷണറിമാർ ഏതെങ്കിലും നിലയിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവമല്ലാതായി. ക്രൈസ്തവ വേദശാസ്ത്ര വിചക്ഷണന്മാർ അതിനെ ചോദ്യം ചെയ്യും. ഈ ഒരു ചിന്തയുടെ പ്രത്യേകതയിലാണ് വേദപുസ്തകത്തിൻ്റെ വ്യാപ്തി ഉണ്ടായപ്പോൾ മോഡേൺ യൂറോപ്പിൽ വലിയ മാറ്റമുണ്ടായത്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭകളിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ഇടയിൽ എന്താ ഇത്രമാത്രം ഡിനോമിനേഷൻ ഉള്ളത്? ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം അതെവിടെ നിന്ന് വരുന്നു? യേശു ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമായി നമുക്ക് തന്നിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസമോ വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസമോ വേദശാസ്ത്രമോ മനുഷ്യന് ബലമായിട്ട് ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഈ ഒരു ചോദ്യത്തിനകത്ത് ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ്, അതിനോട് ഞങ്ങൾ യോജിക്കത്തില്ല എന്നതാണ്. അല്ല, അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആ ചോദ്യത്തിൽ ഈ ക്രൈസ്തവ സഭ ഇതിന് പല വീക്ഷണത്തിൽ പല രീതിയിൽ പ്രതികരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും സഭയുടെ പ്രതികരണം എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ദൈവശാസ്ത്ര ചിന്താഗതിയിൽ സഭയുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അതിപ്പോൾ സഭയെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. എന്നാൽ ആ ഒരു കൺസെപ്റ്റിലല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഹൗ വി ഷുഡ് റെസ്പോണ്ട്, ആ ഒരു രീതിയിൽ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കണം? താങ്ക് യു. അടിത്തറ ഇവിടെയാണ്. ദൈവം മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ മേൽ ബലപ്രയോഗമില്ല. അതേസമയം തന്നെ ക്രൈസ്തവ സഭ പീഡയിലൂടെ കടന്നു പോകുമ്പോഴും ക്രൈസ്തവ വിശ്വാസം തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് റെസ്പോൺസ് ഉണ്ടാകുന്നത്, പ്രതികരണം. ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദൈവം മനുഷ്യൻ്റെ മേൽ ഒരു ബലപ്രയോഗമില്ല. എന്നാൽ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് ദൈവം പറയുന്നുണ്ട്.
അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് ദൈവം പറയുന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ. ആ സന്ദേശം ലോകത്തോട് ഘോഷിക്കുന്നു. ബൈബിളിനകത്ത് എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പം മരണം മുൻപിലുണ്ട്. അതുകൊണ്ട് പ്രതികരണം അപ്പോസ്തല പ്രവൃത്തിക്കകത്തേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ, ജനറൽ ആയിട്ടുള്ള തിയോളജിയാണ് ഞാൻ പറഞ്ഞത്, ആരംഭത്തിൽ പറഞ്ഞത്. സ്പെസിഫിക് ആയിട്ട് അപ്പോസ്തല പ്രവൃത്തി പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾക്കകത്ത് ചരിത്രമായിട്ട് എഴുതിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം. അതിനകത്ത് ആരംഭ അധ്യായങ്ങൾക്കകത്തും ഇങ്ങനെ പുറകോട്ടുമുണ്ട്. സഭ പ്രതികരിച്ചത്, അവർ ആദ്യം ചെയ്തത് ദൈവത്തോട് സംസാരിക്കുന്നു. ഒരുമിച്ച് കൂടിയിട്ട് ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവിക ബന്ധം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് യേശുവിൻ്റെ വാഗ്ദാനം അവരൊന്നുകൂടെ ഉറപ്പാക്കിയിട്ട് അവർ വീണ്ടും യേശു പറഞ്ഞ വാക്കിന് ഒരു വില കൊടുക്കുക. പത്രോസ് പറഞ്ഞൊരു വാക്കാണ് നമ്മുടെ പ്രതികരണത്തിൻ്റെ കാതലായ വിഷയം. പത്രോസ് പറയുകയാണ്, ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് ഭരണകൂടങ്ങൾ, രാഷ്ട്രങ്ങൾ, മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യമേൽ ഇവിടെ ജയസ് അടൂര് പറഞ്ഞ വിഷയമുണ്ട്. ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുണ്ട്. അതിനുമേൽ കൈകടത്തുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ ഒന്നാമത് പറയാനുള്ള പ്രതികരണം ഇതാണ്: ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ അല്ല അനുസരിക്കുന്നത്, ദൈവത്തെയാണ്. എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഭരണഘടനയോട്, അതിൻ്റെ പ്രിയാമ്പിളിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാം, മനുഷ്യൻ്റെ സൂര്യവിഹാരം സമൂഹത്തിൽ അത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, അത് ക്രൈസ്തവർക്കും അർഹതപ്പെട്ടതാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും പ്രതികരണത്തിനകത്ത് വേദപുസ്തകം അനുശാസിക്കാത്ത ഒരു പ്രതികരണത്തിലേക്ക് പോകത്തില്ല. അത് വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ എടുക്കുന്ന പ്രതികരണമേ നമുക്കുണ്ടാകത്തുള്ളൂ. എന്നാൽ രണ്ട് വശം: ഒന്ന് ദൈവികമായത്, രണ്ട് പൗരന് ലോകം നൽകുന്ന അല്ലെങ്കിൽ രാജ്യം നൽകുന്ന സ്വൈര്യവിഹാരത്തിൻ്റെതായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് ചെയ്യാവുന്ന പ്രതികരണം നമുക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. താങ്ക് യു പാസ്റ്റർ ജോൺസൺ. ഞാൻ